ആണ്. അപ്പോൾ JCA സോൺ ട്രെയിനർ ആയിട്ടുള്ള സാറാണ് നമ്മൾ ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. സാറുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നല്ലൊരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അനൂപ് സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, എനിക്ക് സ്ക്രീൻ ഷെയറിങ് കിട്ടുമല്ലോ അല്ലേ? അതെ അതെ കിട്ടും. ഹായ്, ഗുഡ് മോർണിംഗ്. ആ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെ സർ, കാണാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ നിരന്തരമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്കും ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു സെഷൻ തമ്മിൽ ഒരുപാട് ശരിക്കും ഞാൻ വരുന്നതിനും ഒരുപാട് ബന്ധമുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് വട്ടം ചിന്തിച്ച് ചെയ്യുന്ന ആളുകളായിരിക്കാം. പല ആളുകളും ആ ഒരു ചിന്ത ശരിക്കും നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് ഒരു റിസൾട്ടിൽ എത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. നമുക്ക് ഏതൊരു കാര്യവും നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂടുന്നുണ്ട്. ആ ചിന്തയിലൂടെ നമുക്ക് ചിലപ്പോൾ ഒരുപാട് നമുക്കൊരു കാര്യം റിസൾട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ്. ആക്ച്വലി രണ്ട് തരത്തിലുള്ള ചിന്തകളാണ് ശരിക്കുള്ളത്. ഒരു ഓട്ടോമാറ്റിക് തിങ്കിങ്ങും മാനുവൽ തിങ്കിങ്ങും ആണ് നോർമലി ഉള്ള രണ്ട് ടൈപ്പ് ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത്. ഞാനൊരു കുറച്ച് ലൈൻസ് കാണിക്കാം, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. യെസ്, എനിക്ക് തോന്നുന്നു കുറെ ആളുകൾ അത് കറക്റ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ടാവും. ഈവൻ അതിൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളാണെങ്കിലും ശരി, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിലും ആ ഉള്ള സ്പെൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിട്ടുണ്ട്. നമുക്കത് കറക്റ്റ് ആയിട്ട് പല ആളുകൾക്കും കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു നമ്മുടെ ഓട്ടോമാറ്റിക് തിങ്കിങ് എന്നുള്ള ഒരു പ്രോസസ്സാണ് ആക്ച്വലി അത്. നമ്മൾ ഓൾറെഡി നമുക്കറിയാം അതെന്താണ് എന്നുള്ളത്. അത് നമ്മളുടെ മനസ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആ ഒരു ലൈൻസ് നമുക്ക് പറഞ്ഞു പോകുന്നതാണ്. അത് ഓട്ടോമാറ്റിക് തിങ്കിങ് ആണ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി മനസ്സിൽ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമുക്ക് അതിന്റെ ഒരു ആ ഓരോ വേർഡ്സിന്റെ വിട്ടും അല്ലെങ്കിൽ അതിന്റെ ഒരു അലൈൻമെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ദെൻ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഏറ്റവും ആദ്യം കാണുന്ന നമ്മൾ ഒരു സ്ക്വയർ കാണുന്നുണ്ട്, അതിന്റെ പുറകില് 4 റൗണ്ട് കാണുന്നുണ്ട്. ശരിയാണ്. നമുക്ക് എല്ലാവർക്കും ആദ്യം കാണാൻ സാധിക്കുന്നത് നമുക്ക് ആ ഒരു വലിയ സ്ക്വയർ ആണ്. ദെൻ ഒരു 4 റൗണ്ട്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി അവിടെയുള്ള ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റൗണ്ട് അല്ല, അതിന്റെ ഒരു 3/4 ഭാഗം മാത്രമേ നമുക്ക് അവിടെയുള്ളൂ. അത് 4 എണ്ണം കൂടിയിട്ടുള്ള ഒരു പിക്ചറാണത്. ഇത് ആക്ച്വലി ഇതെല്ലാം ഞാൻ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമുക്കെല്ലാം ഓട്ടോമാറ്റിക് തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ നമ്മൾ രണ്ടാമതൊരു പോയിന്റിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് മാനുവൽ തിങ്കിങ്ങിന്റെ കാര്യം പറഞ്ഞു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 തിങ്കിങ് ആണ് ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇതിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത്. നമുക്ക് മുന്നിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ കുറേ തരത്തിൽ നമ്മൾ ആ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ
പല ആളുകളും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പലപ്പോഴും നമുക്ക് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഒരാള് ഉദാഹരണത്തിന് നമ്മുടെ ഒരു സുഹൃത്തോ ആരെങ്കിലും ഒരു എമൗണ്ട് കടം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പെട്ടെന്ന് ഓക്കെ തരാം തരാം എന്ന് പറഞ്ഞ് നമ്മൾ ആ എമൗണ്ട് കൊടുക്കുകയും ഭാവിയിൽ നമുക്ക് ആ ഒരു പണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നാലെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഓഫേഴ്സ് വരുമ്പോൾ പല പല ഓഫറുകളോ അല്ലെങ്കിൽ നമുക്ക് പലതരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാതെ ആ ഒരു ഓഫറിന് വേണ്ടിയിട്ടോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്മൾ ആ പണം സ്പെൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം തീരുമാനം പെട്ടെന്ന് എടുക്കും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാൾ പറയുന്ന ഒരു തീരുമാനവും നമ്മൾ പെട്ടെന്ന് എടുക്കും. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു തിങ്കിങ്ങിന്റെ ഒരു പ്രോസസ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് മുമ്പിൽ വലിയൊരു ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വലിയ പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുള്ള തിങ്കിങ്, ഒന്ന് ക്രിട്ടിക്കലും ഒന്ന് ക്രിയേറ്റീവും. നേരത്തെ പറഞ്ഞു ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് നോർമലി നമുക്കൊരു ക്രിയേറ്റീവ് ആയിട്ട് വേറൊരു തരത്തിലൂടെ നമ്മൾ ആ ഒരു പ്രോബ്ലത്തെ നോക്കി കാണുന്നതാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മളവിടെ കൊണ്ടുവരുന്നതാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു നമ്മൾ എന്തിനേയും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു രീതിയല്ല. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രോബ്ലത്തിനെ ഒരുപാട് തലത്തിൽ നമ്മൾ അത് അനലൈസ് ചെയ്ത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മളതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഉള്ള ഒരു തിങ്കിങ് ആണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മളൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്കൊരു വലിയൊരു പ്രോബ്ലം നമ്മുടെ മുമ്പിൽ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കുറെ പാർട്ടായി തിരിച്ച് നമ്മൾ അതിനൊരു ഉത്തരം കണ്ടെത്തണം, ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. അതിന്റെ ബേസിക് ആയിട്ടുള്ള 5 സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പ്രോബ്ലം നമുക്ക് മുമ്പിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോബ്ലത്തെ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. എന്താണ് നമ്മളുടെ ആക്ച്വലി പ്രോബ്ലം എന്നതിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യുക. ദെൻ ആ ഒരു പ്രോബ്ലത്തിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ള എല്ലാ എവിഡൻസ് സോഴ്സസ്, ഔട്ട്സൈഡ് എന്നുള്ള സോഴ്സസുകൾ നമ്മൾ എങ്ങനെ അത് ആ പ്രോബ്ലം നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആളുകളോട് ചോദിക്കാം, റെഫറൻസ് ചെയ്യാം. അത്തരം കാര്യങ്ങളുടെ നമ്മൾ അതിനൊരു എവിഡൻസ് സോഴ്സ് നമ്മൾ കണ്ടെത്തിയിട്ട് ഒരു അസംഷനിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ്. ആ ഒരു പ്രോബ്ലത്തിന് അസംഷനിൽ എത്തുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പല പേഴ്സ്പെക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇഷ്യൂ വന്നു, നമുക്ക് ആ ഇഷ്യൂ ഇങ്ങനെയാണ്, ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് റിസൾട്ട് വരിക, അല്ലെങ്കിൽ ഈ ഒരു തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് വരിക എന്നുള്ളത് നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആലോചിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവസാനം നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുകയാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് ശീലിക്കുകയാണെന്നെങ്കിൽ നമുക്ക് നമ്മളുടെ ലൈഫിലാണെങ്കിലും ശരി, നമ്മുടെ വർക്ക് സ്പേസിലാണെങ്കിലും ശരി, നമുക്ക് ഏതൊരു സോഷ്യൽ വർക്കിങ്ങിന്റെ ഭാഗമായിട്ടും ശരി, നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറയാം. ആക്ച്വലി ഈ ഒരു ട്രെയിനിങ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള ഞാൻ സ്വയം ചെയ്യാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ. ഞാൻ ഒന്നാമത് രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ശീലം എനിക്കില്ല, 5 മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്ന് 4 മണി മുതൽ അലാറം വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ക്രിട്ടിക്കൽ തിങ്കിങ് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ട്രെയിനിങ്ങിന് നോ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ കൂടെ എനിക്ക് ഇന്നൊരു സെഷൻ, കാര്യം എനിക്കൊരു മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഈ രാവിലത്തെ ഒരു സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് എന്ത് പ്രോബ്ലം വരുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ശീലമാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പല ടെക്സ്റ്റൈൽസിൽ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ പോലത്തെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിലോ നമുക്ക് ഒരുപാട് ഓഫേഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മുമ്പിലൂടെ വരുന്നുണ്ട്. ആ ഒരു ഓഫറുകൾ ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഓഫറുകളായിരിക്കാം. പക്ഷെ എങ്കിൽ കൂടെ ഓഫറിന്റെ ഒരു അട്രാക്ഷൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതറിയാതെ നമ്മൾ അതിലേക്ക് ചാടി നമുക്ക് ആവശ്യമില്ലാത്തൊരു പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിക്കൂട്ടാനുള്ള ഒരു റീസൺ നമുക്ക് ഇതിൽ ഉണ്ടാവാറുണ്ട്. പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, 1 കോടി രൂപ തട്ടിയെടുത്തു, 2 കോടി രൂപ തട്ടിയെടുത്തു, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ നമ്മൾ വരുന്നുണ്ട്.
അപ്പൊ ഇത്തരം നമുക്ക് ഏതൊരു കാര്യവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്നൊരു തീരുമാനം എടുക്കാതെ നമ്മൾ ആ പ്രോബ്ലത്തെ കുറിച്ച്, നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ച് അതിന് ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുന്നതാണ് ശരിക്കും ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. സോക്രട്ടീസ് ആണ് ഇതിന്റെ ഒരു ഉപജ്ഞാതാവ്, അല്ലെങ്കിൽ അവിടുന്ന് ആ കാലം മുതൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതൊരു കാര്യവും ഇത്തരത്തിൽ ചിന്തിച്ച് ഒരു ഫൈനൽ ആയിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് ശീലിച്ച ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരാള് ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ ശീലിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്കാണ് അവർക്ക് ഏറ്റവും നല്ലൊരു ഡിസിഷൻ നമുക്ക് ജീവിതത്തിൽ എടുക്കാൻ സാധിക്കും. അവർ എടുക്കുന്ന ഡിസിഷൻസും ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്നും ഉറപ്പാണ്. അതേപോലെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം സ്വാഭാവികമായിട്ടും ഇത്തരം ഡിസിഷൻ മേക്കിങ്ങിലൂടെ, അല്ലെങ്കിൽ ഇത്തരം തീരുമാനങ്ങളിലൂടെ നമുക്ക് നമ്മളുടെ കരിയറിൽ നല്ലൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഇംപ്രൂവ് റിലേഷൻഷിപ്പ്. നമുക്കൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് നമുക്ക് നല്ലതാണോ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, നമ്മൾ കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, ഇവൻ നമുക്കത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് തരംതിരിച്ചുകൊണ്ട് നമുക്കൊരു കാര്യത്തെ നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നില്ല. നമ്മൾ ഇത്തരം ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ നമ്മൾ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കരിയർ സക്സസ് അല്ലാതെ ഏറ്റവും നല്ല ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ അത് ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് പല സോഴ്സസ് നിന്ന്. ചിലപ്പോൾ മുന്നേ എക്സ്പീരിയൻസ് ചെയ്ത ആള് എങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത് എന്നതിനെ കുറിച്ച് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നുണ്ടാവും. അതേപോലെ നമ്മുടെ എന്ത് കാര്യങ്ങളാണ് നമ്മൾ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്ത് ഒരുപാട് അനലൈസിങ് നടത്തിയിട്ടാണ് ഏതൊരു ചെറിയ കാര്യത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള നമ്മളൊരു ഒരു പ്രോസസ്സ് നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആവും. നമുക്കൊരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു ഒപ്പീനിയൻസ് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആവാനും ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും കാരണമാകും. ആക്ച്വലി ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങേണ്ട ഒരു ലൈഫ് സ്കില്ലാണ് ശരിക്കും ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം കൂടുതൽ ശീലമാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. ആക്ച്വലി പ്രിപ്പയർ ചെയ്തൊരു കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് തീർന്നു പോയി എന്ന് മാത്രം ഈ കാര്യം പറയാം. സാറേ രണ്ടെണ്ണല്ലേ സാറ് പറഞ്ഞത്? Yes. ആ രണ്ടെണ്ണം ഒന്നുകൂടി പറയോ? രണ്ട് ടൈപ്പ് ഓഫ് തിങ്കിങ് ആണുള്ളത്. നമുക്ക് ഓട്ടോമാറ്റിക് തിങ്കിങ്ങും മാനുവൽ തിങ്കിങ്ങും ആണുള്ളത്. ഓട്ടോമാറ്റിക് തിങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുള്ള ഒരു രീതിയുണ്ട്. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിലേക്ക് നമ്മൾ പോകുന്ന ഒരു വഴി, നമുക്കത് അറിയാതെ നമുക്ക് ആ വഴിയിലേക്ക് നമുക്ക് പോവപ്പെടുന്നുണ്ട്. അതേപോലെ ചില നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ് നമ്മൾ അറിയാതെ നമ്മളത് റീഡ് ചെയ്തു. ഇതാണ് ഓട്ടോമാറ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ അറിയാണ്ട് തന്നെ മനസ്സിൽ അത് വരുന്നതാണ്. മാനുവൽ തിങ്കിങ് ഒരുപാട് ടൈപ്പ് ഓഫ് മാനുവൽ തിങ്കിങ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് രണ്ടെണ്ണമാണ് ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് പറഞ്ഞു, ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ആ പ്രോബ്ലം നോർമൽ ഒരാൾ ചെയ്യുന്നത് പോലെ അല്ലാണ്ട് വേറെ ഒരു തരത്തിൽ ക്രിയേറ്റീവ് ആയിട്ടൊരു ഐഡിയ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടൊരു ആൻസറിലേക്ക് എത്തുന്നതാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്.
ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തെ ഇഴകീറി നമ്മൾ പരിശോധിച്ച് ഓരോ പേഴ്സ്പെക്റ്റീവും നമ്മൾ നോക്കി നമ്മൾ ചിലപ്പോൾ 10 ആൻസർ നമുക്ക് ചെയ്യുന്നുണ്ടാവും, 10 തരത്തിലുള്ള ഒരു അതിനൊരു റിസൾട്ട് ഉണ്ടാവും. 10 തരത്തിൽ നമ്മൾ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്ന് നോക്കി അത് തീരുമാനിക്കുന്നതാണ് ശരിക്കും ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ, താങ്ക് യു അനൂപ് സർ. അപ്പോൾ നല്ലൊരു സെഷനാണ് എടുത്തു തന്നിട്ടുള്ളത്. എനിവേ ഈ ഒരു സെഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുന്നോട്ട് വരാമോ? ഹായ് സാർ, നല്ലൊരു സെക്ഷനാണ് എടുത്തത്. സാറ് പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ പറയാം, ശരിയാണ്. എടുത്തു ചാടിയുള്ള തീരുമാനം എടുക്കല് അത് ഇച്ചിരി കൂടുതലുള്ള ഒരാളാണ് ഞാൻ. എന്ത് കാര്യവും ആലോചിക്കാതെ എടുത്തു ചാടി തീരുമാനം എടുക്കുക, എന്നിട്ട് അതിന്റെ ഭവിഷ്യത്ത് പിന്നെ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത്. ഇപ്പൊ ഈ ബിമേജിക്കിൽ വന്നിട്ട് 3 വർഷമായി. ഇതിന് വന്നതിന് ശേഷം നമ്മളെ തീരുമാനം എടുക്കുന്നതിനൊക്കെ നമ്മൾ ഈ ക്ലാസ്സുകൾ കേൾക്കും തോറും ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പൊ നോർമലി ആലോചിച്ചിട്ട് തന്നെ ചെയ്യാറുള്ളൂ. ആ ക്ലാസ് ഇന്ന് കേട്ടപ്പോ എനിക്ക് വേണ്ടി എടുത്തൊരു ക്ലാസ് പോലെ എനിക്കിന്ന് ഫീൽ ചെയ്തത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, ഞാനിതില് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ചിലപ്പോ നമുക്കെപ്പോഴും പ്രശ്നം വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റീസെന്റ് ആണ് ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തിട്ടുള്ളത്. പല ആളുകൾക്കും പല കാര്യങ്ങളുണ്ടായിരിക്കാം. ആ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത് എന്റെ സുഹൃത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരു ഇലക്ട്രിക് വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, സ്കൂട്ടറാണ്. അപ്പൊ നമ്മളൊരു ദിവസം 2-3 ദിവസം അവരൊപ്പം യാത്ര ചെയ്യുമ്പോൾ പെട്രോൾ ഫ്യൂവൽ അടിക്കുന്നില്ല എന്നുള്ളൊരു പ്രോഫിറ്റാണ് ഞാൻ ആദ്യം കണ്ടത്. സ്വാഭാവികമായിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ വേറൊന്നും ചിന്തിക്കാതെയാണ് നമ്മൾ ആ വണ്ടി പോയിട്ട് EMI അടക്കുന്നത്. പക്ഷേ അത് ആക്ച്വലി എനിക്ക് പേഴ്സണലി എനിക്കതൊരു ബേർഡൻ ആണ്. കാരണം വെച്ചാൽ എന്റെ നിലവിലൊരു വണ്ടി ഉണ്ടായിട്ട് ഞാൻ അഡീഷണൽ ഒരു എക്സ്പെൻസ് ആണ് ഞാൻ കൂട്ടിയിട്ടുള്ളത്. എനിക്ക് അതിനോടുള്ള വർത്തിയായിട്ടുള്ള എനിക്ക് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു വണ്ടി വാങ്ങിയോണ്ട് എനിക്കൊരു എക്സ്ട്രാ വെർത്ത്, എനിക്ക് എക്സ്ട്രാ ഒരു ഇൻകം അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ എനിക്കത് അന്ന് ആലോചിക്കായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു എക്സ്പെൻസ്, നമുക്ക് വലിയൊരു എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാമായിരുന്നു. പക്ഷെ അത് ആ ഒരു എന്താ പറയുക, ആ ഒരു മൊമെന്റ് ഓഫ് സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻസ് എടുക്കുന്നത് ചിലപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഏത് ജീവിതത്തിൽ ഏത് കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ട് എന്താണ് നമുക്ക് ഗുണം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ഗുണമുണ്ട്, ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണമുണ്ട്, അത്തരം കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ഇഴകിച്ച് നമുക്കൊരു റിസൾട്ട് എത്താൻ പറ്റും. ഏത് കാര്യം, ഏതെടുക്കുന്ന ഡിസിഷൻസും നമുക്ക് ഇത്തരത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് കുറെ കാലമായിട്ട് ഓൾറെഡി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് സ്കില്ല് തന്നെയാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് നല്ലോണം മനസ്സിലായി. പക്ഷെ ക്രിയേറ്റീവ് തിങ്കിങ് ആണ് ഒന്നും കൂടി വ്യക്തത വരാനുള്ളത്. ഓക്കെ, ക്രിയേറ്റീവ് തിങ്കിങ് ആക്ച്വലി എന്താന്ന് വെച്ചാൽ, നമ്മളൊരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഇത് പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റീവ് തിങ്കിങ്ങിന് ഇത് ആക്ച്വലി നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മൾ വേറൊരു തലത്തിൽ നമ്മൾ അതിനെ നോക്കി കാണുന്നതാണ്. ക്രിയേറ്റീവായിട്ട് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ സാധാരണ നമുക്ക് പറയുന്നുണ്ടല്ലോ, നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ടൊരു ഐഡിയ നമ്മൾ കൊണ്ടുവരികയാണ്. അതിന് കുറെ ആലോചിച്ച് കൂട്ടി നമ്മൾ അതിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കില്ല. ഇഴകീറിയിട്ട് അതിന്റെ പല നമുക്ക് അതിന്റെ റിസൾട്ടുകളെല്ലാം ഒന്നായിരിക്കും. ഉദാഹരണത്തിന് എനിക്കൊരു വണ്ടി വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് വേണ്ട എന്നുള്ളതായിരിക്കും ചിലപ്പോൾ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇമ്പോർട്ടന്റ് ക്രിട്ടിക്കൽ ആണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ നമുക്ക് ആ എന്തുകൊണ്ട് വേണ്ട എന്നുള്ളതിന് ഒരുപാട് റിസൾട്ട് നമുക്ക് ഉണ്ടാവും. എന്താണ് കാരണം, ഒരുപാട് കാരണങ്ങൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് ആളുകൾ റെഫർ ചെയ്യുന്നു, എനിക്കത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വണ്ടി എടുക്കുമ്പോൾ അതിന്റെ റിവ്യൂസ് നമ്മൾ നോക്കുന്നുണ്ടാവും. പല തരത്തിൽ നോക്കിയിട്ടാണ് അത് അൾട്ടിമേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഗുണമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. ക്രിയേറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അതിലൊരു വേറെ തലത്തിൽ, ഇപ്പൊ എങ്ങനെ ഞാൻ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രോബ്ലം നമ്മൾ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തയിലൂടെ നമുക്കതുകൊണ്ട് ആക്ച്വലി ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ എങ്ങനെയാണോ അതിനെ നോക്കിക്കാണുന്നതാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ റിസൾട്ട് ഈക്വൽ ആണെങ്കിൽ കൂടെ ഒരു ആക്ച്വലി ഇതിപ്പോ എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ക്രിയേറ്റീവിനെ കുറിച്ചിട്ട്.
ഓക്കെ, ആർക്കെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചിട്ട് നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതിൽ എടുക്കുന്ന ഡിസിഷൻ ഒന്നായിരിക്കാം, പക്ഷേ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്നുള്ളത്. ഓക്കെ അനൂപ് സർ, താങ്ക് യു സോ മച്ച്. ദെൻ ഇതിൽ നമുക്കൊരു ഐഫോൺ എന്നുള്ള നെയിമിലൊരു കാണുന്നുണ്ട്, അത് ആരാണെന്ന് പറയാമോ? ഹലോ ഹലോ, ഒരു ഐഫോൺ എന്നുള്ള നെയിമിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ ആള്? കേൾക്കാൻ പറ്റുന്നുണ്ട് സർ? ഓഡിബിൾ ആണല്ലോ. ഓക്കെ ഓക്കെ, ക്ലിയർ. ഓക്കെ, എനിവേ എന്തായാലും ക്രിട്ടിക്കൽ തിങ്കിങ് ക്രിയേറ്റീവ് തിങ്കിങ് സാറ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ അറിവോ കാര്യങ്ങളോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ജാഫർ സർ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സാർ, സൂപ്പർ. എനിക്ക് തിങ്കിങ്ങിനെ പറ്റി വളരെ ഇഷ്ടമുള്ള സംഭവമാണ്. കാരണം എൻ്റെ ഒരു വലിയൊരു ആവശ്യമാണ് ആ കാര്യത്തിൽ. ഏതായാലും വളരെ ഇഷ്ടപ്പെട്ടു. ഉള്ള ക്ലാസ് കുറച്ചാണെങ്കിലും അത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഞാൻ സാധാരണ ലെവലിൽ ചെയ്യുന്ന സംഭവമുണ്ട്. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്താണ് എഴുതും. പിന്നെ ഞാൻ അതിന് 5 സൊല്യൂഷൻ ഉണ്ടാകും, 5 സൊല്യൂഷൻ. എന്നിട്ട് 5 സൊല്യൂഷനിൽ ഫസ്റ്റും സെക്കൻഡും കമ്പയർ ചെയ്തിട്ട് ഏതാണ് ബെസ്റ്റ് നോക്കും, ഒരെണ്ണം സെലക്ട് ചെയ്യും. അങ്ങനെ ലാസ്റ്റിലേക്ക് നെക്സ്റ്റ് അതായത് രണ്ടാമത്തും പിന്നെ മൂന്നാമത്തായിട്ട് കമ്പയർ ചെയ്യും. അത് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് നോക്കും. ലാസ്റ്റിൽ ഒന്ന് സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്തതിന് ശേഷം അതിനൊരു ആക്ഷൻ പ്ലാൻ ചെയ്ത് വെക്കും. പിന്നെ ആക്ഷൻ ചെയ്യലാണ് സാറിന്. അപ്പോൾ ഒരുവിധമൊക്കെ ശരിയാവാറുണ്ട്. ചില സമയത്ത് ചെറിയ മിസ്റ്റേക്ക് വരും, വീണ്ടും അതിൽ ചേഞ്ച് വരുത്തും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇപ്പൊ കുറച്ചു കാലമായിട്ട് സൊല്യൂഷൻ ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും. അല്ല, അത് തന്നെ പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുവിധം എല്ലാവരും ഓട്ടോമാറ്റിക് തിങ്കിങ്ങിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അന്ന് ആ ഒരു മൊമെന്റ് ഓഫ് സെക്കൻഡിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു ഡിസിഷൻ നമ്മൾ പലപ്പോഴും എടുക്കുന്നുണ്ട്. അത് ഒരു 80% ആളുകളും അത്തരത്തിലുള്ള ആളുകളാണ്. നമ്മൾക്ക് ഒരു ആളുടെ 80% ചിന്തകളും അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ ട്രെൻഡ്സ് പോലത്തെ അല്ലാന്നുണ്ടെങ്കിൽ അത്തരം വലിയ വലിയ ഷോപ്പുകളിലൊക്കെ ഓഫേഴ്സ് കാണുമ്പോൾ ഈവൻ നമുക്ക് ആക്ച്വലി ഒരു 1000 രൂപയ്ക്ക് 1000 രൂപ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരാൾ 1500 രൂപയാണ് അവിടെ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ 2000 രൂപയോ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അത് ആക്ച്വലി നമുക്ക് ലാഭമല്ല. നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കൂടെ അത് ആ ഒരു ദിവസം നമുക്കതിൽ ഒരു എക്സ്ട്രാ ലാഭമല്ല. കാരണം നമുക്കൊരു 1000 രൂപ നഷ്ടമാണ് ശരിക്കും അവിടെ വരുന്നത്. പക്ഷെ അത് നമുക്ക് യൂസ്ഫുൾ ആണോ ആ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് എന്താണ് കൂടെ നമ്മൾ എല്ലാ മാസവും യൂസ് ചെയ്യുന്ന പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കത് അടുത്ത മാസം വേണമെങ്കിൽ അടുത്ത മാസത്തെയും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, എടുത്തിട്ട് നമുക്ക് ലാഭത്തിൽ കണക്കാക്കാം. പക്ഷെ അത്തരത്തിലാണ്. അപ്പൊ ഈ ഒരു ചിന്ത നമുക്കത് ആ ഒരു ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് യൂസ്ഫുൾ ആണോ, നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നഷ്ടമുണ്ട് എന്നുള്ള കാര്യങ്ങളോട് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആദ്യം ലാഭത്തെ കുറിച്ച് മാത്രമല്ലാണ്ട് നമുക്കത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടോ എന്ന് കൂടെ ചിന്തിക്കണം എന്നാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് ശരിക്കും ഇപ്പോ യുനെസ്കോ പറയുന്ന ഒരു ലൈഫ് സ്കില്ലിൽ പെട്ടതാണ് ശരിക്കും ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. നമ്മളത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് ക്രിട്ടിക്കൽ തിങ്കിങ്. ആ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ള കൂടി ചിന്തിക്കണം അല്ലേ? അതെ, നമുക്കത് ചിലപ്പോ സൊല്യൂഷൻ വേണ്ട കാര്യം, നമുക്കൊരു കാര്യം വേണോ വേണ്ടയോ എന്നുള്ളതാണ് നമുക്ക് സ്വാഭാവികമായിട്ട് എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 100 കാരണങ്ങൾ ഉണ്ടാവും, വേണ്ടാന്നുണ്ടെങ്കിലും 100 കാരണങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണോ, ഏറ്റവും ബെറ്റർ ഏതാണോ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് ഒരിക്കലും ഫ്ലോപ്പായി പോകാനുള്ള ചാൻസ് ഇല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഇതിന്റെ ഒരു സക്സസ് റേറ്റ് കൂടുതലാണ്. അതെ, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നത് ഈ പ്രശ്നങ്ങൾ വരുമ്പം, പ്രോബ്ലങ്ങൾ വരുമ്പം നമ്മളെ ചിന്തകൾ വർക്ക് ചെയ്യല്ല ആദ്യ സമയം. ആ ചിന്തകൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ പിന്നെ സാറ് നേരത്തെ പറഞ്ഞ രീതിയിൽ
മറ്റുള്ളവരെ ഐഡിയാസും മറ്റുള്ളവരുമായിട്ട് ഞാൻ സൊല്യൂഷൻ ചോദിക്കും. അപ്പൊ നമ്മളെ ഈ പ്രോബ്ലത്തിൽ നിൽക്കുമ്പോ ഈ സൊല്യൂഷന് കറക്റ്റ് കിട്ടിയെന്ന് വരില്ല. നമ്മൾ പ്രോബ്ലത്തിന് ഉള്ളിൽ കിടക്കല്ലേ. പ്രോബ്ലത്തിന്റെ പുറത്തുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടും. അപ്പൊ അതുകൂടി ഞാൻ സെലക്ട് ചെയ്യും. അതൊക്കെയാണ് എന്റെ ചെയ്യാറ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ മാത്രം ഫേസ് ചെയ്യുന്നതായിരിക്കില്ല. ഒരുപാട് ആളുകൾ ചിലപ്പോൾ അവിടുന്ന് റിക്കവർ ആയ ആളുകൾ ഉണ്ടാവും. അപ്പൊ അത് തന്നെയാണ് നമുക്കിതിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലൂടെയാണ് നമ്മളൊരു തീരുമാനത്തിലെടുക്കുന്നത്. അപ്പൊ ചാടിക്കേറി തീരുമാനിക്കുന്നതിന് പകരം ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ സ്വാഭാവികമായിട്ടും പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഇതിൽ എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഈ ഒരു സെഷന് ക്ഷണിക്കുമ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഒരു സെഷൻ കുഴപ്പമില്ലാന്ന്. പിന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് രാവിലെ എഴുന്നേക്കണം. ഒരുപാട് സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ ഇപ്പൊ ഇന്നലെ ഞാൻ എഴുന്നേറ്റു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം എഴുന്നേക്കുന്നതിന് പകരം ഞാൻ ഇന്നലെ 2 ദിവസമായിട്ട് ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും ആദ്യം അത് പ്രാക്ടീസ് ചെയ്തത്. കാര്യം ഇന്ന് എനിക്ക് എന്താ പറയാ വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ എന്റെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഞാനും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ സ്വാഭാവികമായി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സെഷനിൽ ചിലപ്പോൾ ഒരു 1 വീക്കോ 2 വീക്കോ കഴിഞ്ഞിട്ടാണ് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോ സ്വാഭാവികമായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ശരിക്കും ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ താങ്ക് യു ജാഫർ സർ. ഓക്കെ, ഇപ്പൊ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് ക്രിയേറ്റീവ് തിങ്കിങ് ഒരു സേഫ് സാറ് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു കറന്റ് ഒരു ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്കോ ഒരു വിസിറ്റിംഗ് കാർഡ് അടിക്കുകയാണ്. അപ്പൊ കറന്റ് അവർക്ക് ഒരു 50 വിസിറ്റിംഗ് കാർഡിന്റെ ആണ് ആവശ്യമുള്ളത്. അപ്പൊ അവിടുത്തെ ടീം മെമ്പറിനെ അവർ വിസിറ്റിംഗ് കാർഡ് അടുപ്പിക്കാൻ വേണ്ടിയുള്ള അവിടേക്ക് പറഞ്ഞയച്ചു. അപ്പൊ അവിടെ ചെന്ന സമയത്ത് അവർ പറഞ്ഞു ഒരു വിസിറ്റിംഗ് കാർഡിന് 50 അടിക്കുന്ന സമയത്ത് 100 രൂപയാണ് ചാർജ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അവിടുത്തെ ചെന്നപ്പോ അവിടുത്തെ ആള് പറഞ്ഞു നിങ്ങൾ 200 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 150 രൂപ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും, ആ പോയ ആൾ എന്ത് ചെയ്യും, 150 രൂപയ്ക്ക് 100 വിസിറ്റിംഗ് കാർഡ് വാങ്ങിക്കുകയാണ് ചെയ്തത്. ആക്ച്വലി അവർക്ക് 50 വിസിറ്റിംഗ് കാർഡിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ ആ ഓഫറിന്റെ പുറത്ത് അവർ ആ 100 വിസിറ്റിംഗ് കാർഡ് എടുക്കും. ബാക്കി വന്ന 50 വിസിറ്റിംഗ് കാർഡ് നമുക്ക് വേസ്റ്റും ആണ്, 50 രൂപയും വേസ്റ്റ് ആണ്. അപ്പൊ ആ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാൻ നമുക്ക് ആ 50 രൂപ ലാഭമാണ്, ബാക്കി വന്ന 50 വിസിറ്റിംഗ് കാർഡും നമുക്ക് ലാഭിക്കായിരുന്നു. അപ്പൊ ഇപ്പൊ സാർ ഓഫറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനി ഇങ്ങനെയായിരിക്കും നമ്മൾ ഓരോ സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിക്കുന്നതും അതേപോലെ സൊല്യൂഷൻ എടുക്കുന്നതും. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് ക്രിയേറ്റീവ് തിങ്കിങ് ഇതുപോലത്തെ ഓരോ സ്പേസിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇത് ഓക്കെ ആണോ എനിക്കറിയില്ല. ഒന്നുകൂടി പറയാം, ജസ്റ്റ് ഒന്നുകൂടി മനസ്സിലായിട്ടുണ്ട് ഏകദേശം, ഒന്നുകൂടി. ഓക്കെ, കറന്റ് നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഒരു വിസിറ്റിംഗ് കാർഡിന്റെ ആവശ്യമുണ്ട്, നമുക്കൊരു പ്രോഗ്രാം നടക്കുകയാണ്. നമുക്ക് 50 വിസിറ്റിംഗ് കാർഡിന്റെ ആണ് ആവശ്യമുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളൊരു ടീം മെമ്പറിനെ ഷോപ്പിലേക്ക് പറഞ്ഞയച്ചു വിസിറ്റിംഗ് കാർഡ് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് അവരോട് പറയാം 50 വിസിറ്റിംഗ് കാർഡ് ആണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പൊ ഷോപ്പിലെ ആള് പറഞ്ഞു 50 വിസിറ്റിംഗ് കാർഡ് അടിക്കാൻ 100 രൂപയാണ് ചാർജ് പറഞ്ഞു. അപ്പൊ ഷോപ്പിലെ ആള് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓഫർ ഉണ്ട്, 200 വിസിറ്റിംഗ് കാർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 150 രൂപ മാത്രമേ ചാർജ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്തു, ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 വിസിറ്റിംഗ് കാർഡ് എടുത്തോളൂ, നിങ്ങൾക്ക് 150 രൂപ മാത്രമേ ചാർജ് വരുന്നുള്ളൂ പറഞ്ഞു. കറന്റ് ശരിക്കും നമുക്ക് ആകെ 50 വിസിറ്റിംഗ് കാർഡിന്റെ മാത്രമേ അവിടെ ആവശ്യമുള്ളൂ നമുക്ക്. ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി നമുക്ക് ഓഫർ തന്നപ്പോഴും ആ വിസിറ്റിംഗ് കാർഡിന്റെ ആവശ്യം നമുക്ക് ഇല്ല. പക്ഷെ നമ്മൾ ആ ഓഫറിൽ വീണ് പോവുകയും ചെയ്തു. ആ ഓഫർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ആക്ച്വലി നമുക്ക് 100 രൂപ അത് പെട്ടെന്ന് ചിന്തിക്കുക, ഓഫർ കേൾക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഓക്കെ പറഞ്ഞു അല്ലേ? അതെ. അപ്പൊ ഓരോ സിറ്റുവേഷനിൽ നമ്മൾ ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ യൂസ് ചെയ്യേണ്ടത് ഇതുപോലത്തെ സിറ്റുവേഷൻസിലാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിവേ, അപ്പൊ ഇങ്ങനെ ഒരു ടോപ്പിക് വന്നപ്പോ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ സുരേഷാണ്, അനൂപ് സാർ സുരേഷാണ്. ഓക്കെ സാർ, പറഞ്ഞോളൂ. അത് ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിയേറ്റീവ് തിങ്കിങ്ങും. കൊതുകിന്റെ നല്ല ശല്യം ഉണ്ടെങ്കിൽ ഞാനൊരു കൊതുകിന്റെ ബാറ്റ് വാങ്ങാൻ പോകുന്നു. ഒരു കൊതുകിന്റെ ബാറ്റിന് 250 രൂപ, 2 എണ്ണം മേടിക്കുകയാണെങ്കിൽ 350 രൂപ, 100 രൂപയ്ക്ക് എക്സ്ട്രാ ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് 2 ബാറ്റിന്റെ ആവശ്യമില്ല. ഒരു 100 രൂപയ്ക്ക് കിട്ടുന്നതിന്റെ പേരിൽ എക്സ്ട്രാ ഒന്ന് വാങ്ങാതെ അത് വേണ്ട പോലെ ഒന്നുകൂടെ ആലോചിക്കുക. എനിക്ക് 2 കൊതുകിന്റെ ബാറ്റിന്റെ ആവശ്യമുണ്ടോ, ആവശ്യമില്ലെങ്കിൽ വാങ്ങേണ്ട കാര്യമില്ലല്ലോ എന്നിട്ട് അത് വേണ്ടാന്ന് വെക്കുന്ന സംഭവമാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. അതിന് ഈ ഒരു ബാറ്റ് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ കൊതുകുതിരി കത്തിക്കുന്നതിനോ പകരം
അതിന് വേറെ എങ്ങനെ ഈ കൊതുകിന്റെ ശല്യം ഒഴിവാക്കാൻ പറ്റുന്ന ആലോചിച്ചിട്ട് ഈ കൂത്താടികൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെള്ളക്കെട്ടുകളെല്ലാം ഒഴിവാക്കുക എന്നുള്ള സംഭവം അങ്ങനെ ചിന്തിച്ച് ഒരു പോംവഴി കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ അത് ക്രിയേറ്റീവ് തിങ്കിങ്. ശരിയല്ലേ? ആക്ച്വലി ക്രിയേറ്റീവ് തിങ്കിങ് നമ്മൾക്ക് ഓക്കെയാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലം വരുമ്പോൾ അതിനെ ഫേസ് ചെയ്ത രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോ ഉദാഹരണത്തിന് നമുക്കൊരു ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഇഷ്യൂ, നമ്മളൊരു വണ്ടി വാങ്ങാനുള്ള ഒരു കാര്യം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓഫറിന്റെ നേരത്തെ പറഞ്ഞ പോലെ ആ മൊമെന്റ് ഓഫ് സെക്കൻഡിലാണ് ശരിക്കും ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. മറ്റേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഏത് കൂത്താടി ഒഴിവാക്കുക എന്നുള്ളത്. വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് ശരിക്കും ആക്ച്വലി ഇത് പറയുന്നത്. നമ്മളിപ്പോ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ വേണമെങ്കിൽ അടുത്തൊരു സെഷൻ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ചെയ്യാം എന്ന് മാത്രമേ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഞാൻ രണ്ട് ടൈപ്പ് ഓഫ് തിങ്കിങ്ങിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റീവ് ഐഡിയ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ കൊതുവിനെ കൊല്ലാൻ വേണ്ടി കൂത്താടിലേക്ക് പകരം നമുക്ക് ആ ഒരു ബാറ്റിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് വന്നു കഴിഞ്ഞു കൊതു. ഇനി നാളേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂത്താടിയുടെ ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും ആക്ച്വലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് എന്ന് പറയുന്നത്. നാളത്തെ കൂടെ ഫ്യൂച്ചറിസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുരേഷിന്റെ പറഞ്ഞത് കറക്റ്റ് ആണ്. നമുക്ക് കൂത്താടികളെ നശിപ്പിക്കാനുള്ള വഴി ഉണ്ടാക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു അനൂപ് സർ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഓക്കെ ശില. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം എക്സാമ്പിൾ നമ്മളിപ്പം നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ഒരു തീപ്പെട്ടി കൊടുക്കുവാണ്. അപ്പം ആ തീപ്പെട്ടി കൊടുക്കുമ്പം ആക്ച്വലി അതിന്റെ യൂസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്താണ്? അത് തീ കത്തിക്കാൻ വേണ്ടി, അല്ലെ നമ്മളൊരു വിളക്ക് കൊളുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ ആ തീപ്പെട്ടി കൊണ്ട് എന്തെല്ലാം ക്രിയേറ്റീവ് ആയിട്ട് വേറുള്ള ഐഡിയാസ് കൊണ്ടോ അവയുണ്ടാക്കുന്നതല്ലേ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ആ തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കാം. ചിലരൊക്കെ വീട് പോലെയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറില്ലേ? അപ്പൊ അവരുടെ ഒരു ക്രിയേറ്റീവ് ഐഡിയ ഉപയോഗിച്ച് അവർ തിങ്ക് ചെയ്ത് ഉണ്ടാക്കുന്നതായിരിക്കും. അതാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫൈൻ. ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഞാൻ ആക്ച്വലി പഠിച്ചിട്ടില്ല. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് നമ്മളൊരു ക്രിയേറ്റിവിറ്റി അല്ല ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു കലാകാരനോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരനോ ചെയ്യുന്ന ഒരു തരത്തിലുള്ളതല്ല ക്രിയേറ്റീവ് ആയിട്ട്. നമുക്കൊരു പ്രോബ്ലം, നമ്മളൊരു കാര്യം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ, ഒരു പ്രോബ്ലത്തെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മളത് ക്രിയേറ്റീവ്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് സിമ്പിൾ ആയിട്ട് പറയാം. ഒരാൾ നമ്മളോട് കുറച്ച് പണം കടം ചോദിക്കുകയാണ്. ഒരു 2000 രൂപ അല്ലെങ്കിൽ 1000 രൂപ കടം ചോദിക്കുകയാണ്. നമ്മൾ അതിനെ നേരത്തെ ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് എന്ത് ചെയ്യാം? നമ്മൾ പറയുന്നുണ്ട് നമുക്കത് കുറെ ആലോചിച്ച് ചിന്തിച്ച് നമുക്ക് യൂസ് ആണോ അല്ലെങ്കിൽ ഗുണമാണോ നോക്കിയിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാം. ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവരോടത് നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്രിയേറ്റീവ് ആയിട്ടുള്ള വല്ല ഐഡിയ, എനിക്ക് എൻ്റെ അടുത്ത് ഓൾറെഡി ഇന്ന പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ഇതുവരെ കേൾക്കാത്ത ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ നമുക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് അതിനെ ഒഴിവാക്കാൻ, നമ്മുടെ ആ ഒരു പ്രോബ്ലത്തെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ശരിക്കും. അതാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് നമ്മളത് ആ ഒരു പണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കിട്ടുമോ, അല്ലെങ്കിൽ മുന്നേ കൊടുത്ത ഒരാൾക്കാരുടെ എക്സ്പീരിയൻസ് നമ്മൾ നോക്കും. അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് ദോഷം വരാൻ പോകുന്നത്, എന്താണ് ഗുണം വരാൻ പോകുന്നത്, അത്തരം കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഡിസിഷൻ നമുക്ക് ആ ഒരു ടൈമിൽ എടുക്കാൻ പറ്റുന്നതാണ്. നേരെ മറിച്ച് മാഡം പറഞ്ഞ പോലെ അത് ക്രിയേറ്റിവിറ്റിയാണ് ശരിക്കും വരുന്നത്. നേരത്തെ ഒരു തീപ്പെട്ടിക്കൂടിന്റെ കാര്യം പറഞ്ഞത് ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ഒരു പറഞ്ഞതിൽ ആ പണം കടം കൊടുക്കുന്നില്ല ഞാൻ. അതിൽ ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ എന്താണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഇടകേറി പരിശോധിച്ച് അത് കൊടുത്താൽ എന്താണ് ഗുണം, കൊടുത്തില്ലെങ്കിൽ എന്താണ് ഗുണം, എന്തൊക്കെയാണ് ദോഷങ്ങൾ വരുന്നത്, മുന്നത്തെ ഉള്ള ആളുകളുടെ എക്സ്പീരിയൻസ് നമ്മൾ നോക്കും, നമ്മളുടെ സെൽഫ് എക്സ്പീരിയൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അത്തരം കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ നമ്മൾ ഡിസിഷൻ ചിലപ്പോൾ നോ കൊടുക്കുന്നില്ല എന്നായിരിക്കാം, പക്ഷെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള തരത്തിലാണ് നമ്മൾ ചിന്തിക്കുക. ഇപ്പോഴാണ് കൂടുതൽ വ്യക്തമായത്. ഈ ഒരു എക്സാമ്പിള് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. എക്സാമ്പിൾ സൂപ്പറായി. കാരണം ഒരാളോട് നമ്മള് പെട്ടെന്ന് കയറി ഇല്ലാന്ന് പറയുന്നേക്കാളും നല്ലത് നമ്മൾ അവിടെ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കണ്ടിട്ട് നമ്മൾ അവരോട് അത് പറഞ്ഞിട്ട് നമ്മളൊരു സ്നേഹത്തോട് തന്നെ നോ പറയുക എന്നുള്ളതാണ് നല്ലത്. നന്നായി, ആ ഒരു ഉദാഹരണം നന്നായി. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്.
ദെൻ നെക്സ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ക്രിയേറ്റിവിറ്റി ഏത് തിങ്കിങ്ങിൽ വരും? ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ മാനുവൽ തിങ്കിങ് ആണ്. ഇതൊക്കെ നമ്മളായിട്ട് തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഓട്ടോമാറ്റിക് തിങ്കിങ്ങും മാനുവൽ തിങ്കിങ്ങും ആണ് രണ്ട് ടൈപ്പ് ഓഫ് തിങ്കിങ് ഉള്ളത്. ഓക്കെ സർ. എനിവേ താങ്ക് യു സോ മച്ച്. ദെൻ മണി സർ എന്തെങ്കിലും ഓക്കെ ആണെങ്കിൽ സംസാരിക്കാം. മാജിക് മോർണിംഗ് മാജിക് മണി സർ. അനൂപ് സർ, നല്ല ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അത് പരിശോധിച്ച് അല്ലെങ്കിൽ അനലൈസ് ചെയ്തിട്ട് നമുക്കതിൽ ഗുണമുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗുണമുണ്ടോ, നമുക്ക് ആവശ്യമുണ്ടോ, മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എത്താന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പല ഇൻഫർമേഷനും ഗ്യാദർ ചെയ്യാനും ഒരു ഇൻഫോർമേറ്റീവ് സിറ്റിസൺ ആകാൻ പറ്റുന്നുള്ള ഒരു രീതിയിലേക്കാണ്. അപ്പം നമ്മളെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുത്തത്. നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ ആ പ്രശ്നത്തെ കാണാനും അത് സോൾവ് ചെയ്യാനും അതിലുപരി നമുക്ക് വിജയത്തിലേക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റുന്നുള്ള ഒരു മെസ്സേജാണ് തന്നത്. താങ്ക് യു വെരി മച്ച്. നൈസ് ക്ലാസ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു മണി സർ. ഓക്കെ, അപ്പോൾ ഇന്നൊരു സെഷൻ എനിക്ക് തോന്നുന്നു മാക്സിമം ആൾമോസ്റ്റ് എല്ലാവരും ഡിസ്കഷനിലും കാര്യങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തിങ്ക് ചെയ്തിട്ടുണ്ട്. എനിവേ എല്ലാവരും ഈ ഒരു ഇന്നത്തെ സെഷൻ എല്ലാവരും നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച് ടു ആൾ. അപ്പോൾ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അനൂപ് സർ, നല്ല സെഷൻ ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. എനിവേ താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ആൾ. അപ്പോൾ എല്ലാവരും ലീവ് ചെയ്തോളൂ. താങ്ക് യു. താങ്ക് യു ഓൾ. Thank you.